Hello everyone, welcome to Eileen IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ ഇന്ന് ഒക്ടോബർ 10 ഒക്ടോബർ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ എന്നത്തെയും പോലെ കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 ലീഡിങ് ആർട്ടിക്കിൾസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ന്യൂസുകളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ന്യൂസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒപ്പീനിയൻ ആണ്, ഓപ്പൺ എഡിറ്റോറിയൽ ആണ് അബൌട്ട് ഇന്ത്യയുടെ മെൻ്റൽ ഹെൽത്ത്. ആ ഒരു ക്രൈസിസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അതിൻ്റെ നീഡ്സ്, അത് എങ്ങനെയൊക്കെ മറികടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയസ് ഇലക്ട്രൽ ഫോംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ UK ടൈസിനെ കുറിച്ച് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ UK PM സ്റ്റാർമർ വന്നിരുന്നു ഇന്ത്യയിലോട്ട്. അപ്പോൾ അത് വന്നിട്ട് എന്തൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതി ആരവല്ലീസിലുള്ള ഒരു ഇക്കോ ടൂറിസം പ്രൊജക്റ്റിനെ പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റെഡ് ലിസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ സക്ഷം എന്ന് പറയുന്ന ഒരു ഡ്രോണൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ഓപ്പൺ എഡിറ്റോറിയൽസ് ഉണ്ട്. ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള 2 എഡിറ്റോറിയൽസ് ആണ് അബൌട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വന്നിട്ടുള്ള 2 എഡിറ്റോറിയൽസ് ആണ്, ഓപ്പൺ എഡിറ്റോറിയൽസ്, ഒപ്പീനിയൻസ് ആണ്. അതായത് ഇന്ന് ഒക്ടോബർ 10 എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ 2 ആർട്ടിക്കിൾസും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 നമുക്ക് കുറച്ച് പോയിന്റ്സ് പിക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഒരു മെയിൻസ് ആൻസർ എഴുതുന്ന രീതിയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റത്തെ എഡിറ്റോറിയലാണ്, അതായത് അബൌട്ട് ഇന്ത്യസ് മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിനെ കുറിച്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂയിസൈഡ് റേറ്റുകൾ, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഡിസ്ട്രെസ്സുകളൊക്കെ ഈ ഒരു കാലത്ത് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം സൂയിസൈഡൊക്കെ വളരെയധികം വരുന്നുണ്ട്. അതിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് കുറേ സ്ട്രെസ് ഉണ്ട് ആളുകൾക്ക്, സോഷ്യൽ ബേർഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതോറിറ്റേറിയൻ നെഗ്ലക്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും, ഇൻസ്റ്റിറ്റ്യൂഷണൽ നെഗ്ലൻസും എല്ലാം ഈ ഒരു സൂയിസൈഡ്സിനും അല്ലെങ്കിൽ ഡിപ്രഷനും മെൻ്റൽ ഹെൽത്തിൻ്റെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് സൂയിസൈഡ് ഇൻ ഇന്ത്യ, അതായത് ADSI പറയുന്നത് 2023 റിപ്പോർട്ട് പ്രകാരം 1,71,418 സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ ആണ് 2023 ഉണ്ടായത്. അതായത് പ്രീവിയസ് ഇയറിനേക്കാളും 0.3% എന്താണ് കൂടുതലാണ്. അത്രയും സൂയിസൈഡ് ഡെത്തുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സൂയിസൈഡ് റേറ്റ് ഇൻ 1 lakh പോപ്പുലേഷൻ എന്ന് പറയുന്നത് 0.8% ആണ്. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, സിക്കിം, കേരള, ഈ സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സൂയിസൈഡ് റേറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, തമിഴ്നാട്, മധ്യപ്രദേശ് ആൻഡ് കർണാടകയാണ് ആൻഡ് വെസ്റ്റ് ബംഗാളാണ് ഈ പറഞ്ഞ സൂയിസൈഡിന്റെ ആക്സിഡന്റൽ ഡെത്തിന്റെ 40% ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സിറ്റീസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് സൂയിസൈഡ് റേറ്റുകൾ അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് കൂടുതൽ എവിടെയാണ്? സിറ്റീസിലാണ്, അർബൻ ഏരിയാസിലാണ് ഈ പറയുന്ന കൂടുതൽ ഡെത്തുകൾ, സൂയിസൈഡുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഈ പറയുന്ന ഡിപ്രഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. റൂറൽ ഏരിയനെ വെച്ച് നോക്കുമ്പോൾ അർബൻ ഏരിയയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മെന്നിന്റെ കേസ് എടുക്കുമ്പോൾ 72.8% മെൻ്റെ സൂയിസൈഡിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മെന്റൽ പ്രഷറുകളാണ്. 72.8% ഓൾ വിക്ടിംസ് മെന്നാണ്. കാരണം അവിടെ ആ ഒരു ജെൻഡർ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അത് ആ ഒരു ഫാമിലി ബേർഡൻ, ജെൻഡർ ബേർഡൻ ഉണ്ട്. ആ ഒരു ബേർഡൻ കാരണം, അതുപോലെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു ആണിന് ഫാമിലി ബേർഡൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എക്കണോമിക് പ്രോബ്ലംസ് വരുന്നു, ഇങ്ങനെ ഡിപ്രഷൻ വരുന്നു, സൂയിസൈഡുകളൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊരു സൂയിസൈഡിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിക്കാരുടെ ഇടയിലാണ്, അഗ്രേറിയൻ സെക്ഷനിലാണ്. അവിടുത്തെ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു 10,786 സൂയിസൈഡ്സ് ആണ്. 6.3% ആണ്
2023 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലാണ് വരുന്നത്. ദെൻ മറ്റൊരു കണക്ക് പറയുന്നത് ഇവിടെ ഇൻവിസിബിൾ ആയിട്ട് ആരും നോക്കാതെ പോകുന്ന ഒരു സെഷൻ ഉണ്ട്, അതായത് വുമൻസ്, നമ്മുടെ ഫാമിലി വർക്കേഴ്സ്, അതായത് ഹോം മേക്കേഴ്സ്, കെയർ ഗിവേഴ്സ് എന്ന് പറയുന്ന ഇവരാണ്. അവർ മെയിൻലി ഫേസ് ചെയ്യുന്നത് ഹൈ റേറ്റ്സ് ഓഫ് ഡിപ്രഷൻ, അതുപോലെ തന്നെ മാരിറ്റൽ ഡിസ്ട്രസും ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സൂയിസൈഡിനും കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡാറ്റ പറയുന്നത് അബൌട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് സൂയിസൈഡിനെ കുറിച്ച് നമ്മുടെ ഡാറ്റ പറയുന്നത്. അതായത് 230 മില്യൺ ഇന്ത്യൻസ് എന്താണ് മെന്റൽ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, ബൈപോളർ കണ്ടീഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് 230 മില്യൺ ഇന്ത്യൻസ് ആണ് ഈ പറയുന്ന മെന്റൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 in 5% ഇന്ത്യൻ പറയുന്നത് സിവിയർ ഇൽനെസ് ടു സ്റ്റിഗ്മ, അതുപോലെ തന്നെ കോസ്റ്റ്, സിവിയർ ഷോർട്ടേജ് ഓഫ് പ്രൊഫഷണൽസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾക്ക്, ഹ്യൂമൻസിന് ഒരു ലോൺലിനെസ് ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ അർബൻ ഏരിയയിലൊക്കെ വരുന്ന ആളുകൾ, അവർക്ക് മറ്റു ഹ്യൂമൻസിനോടുള്ള ട്രസ്റ്റ് ഇല്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മെന്റൽ പ്രശ്നങ്ങൾ, അവരുടെ പ്രഷറുകളൊക്കെ ഫേസ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് AI-നോടാണ്. ഇപ്പോൾ ChatGPT, ജെമിനി, അതുപോലെ തന്നെയുള്ള AI ചാറ്റ് ബോട്ടുകളോടാണ് ഇവരുടെ മെന്റൽ പ്രഷർ കാര്യങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഈ പറയുന്ന AI ചാറ്റ് ബോട്ടുകൾക്ക് ഇമോഷണൽ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത്. മനുഷ്യൻ എന്താണ് ഒരു ലോൺലിനെസ് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള ഹ്യൂമൻസിനോടുള്ള ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടുവാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ എന്താണ് ടെക്നോളജീനെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ നിന്ന് എടുക്കുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിളിൽ നമ്മൾ പറയുന്നത്, അപ്പൊ നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു, അതൊരു നമ്മുടെ ഡാറ്റ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കെയർ കാര്യമായിട്ട് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് ആയിട്ടൊരു ആക്ട് ഉണ്ട്, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന് പറയുന്നത്. ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് കെയർ, ഡീക്രിമിനലൈസ്ഡ് സൂയിസൈഡ്, അതുപോലെ തന്നെ മാൻഡേറ്റ് ഇൻഷുറൻസ് കവറേജ്, എൻഷുറൻസ് പേഷ്യൻസ് ഡിഗ്നിറ്റി ആൻഡ് ഓട്ടോണമി. ഈ ലെജിസ്ലേഷൻ കവർ ചെയ്യുന്നത് നിയർലി 200 മില്യൺ ഇന്ത്യൻസ് ബൈ മെന്റൽ ഇൽനെസ് ആണ്. അതായത് നമ്മുടെ 200 മില്യൺ ആയിട്ടുള്ള മെന്റൽ പേഷ്യൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ്, അതുപോലെ സൂയിസൈഡ് ചെയ്യുന്നത് എന്താണ് ഡീക്രിമിനലൈസ് ചെയ്തു. അങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മൾ 2017 കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുഖേബ് സാഹ വിസിറ്റ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിന്റെ കേസ് പ്രകാരം സുപ്രീം കോടതി എന്ത് ചെയ്തു, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 21 പ്രകാരം മെന്റൽ ഹെൽത്ത് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, thereby legally binding the government to ensure accessibility, affordability and quality mental health to everyone. എല്ലാവർക്കും ക്വാളിറ്റിയും അഫോർഡബിൾ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുക പറയുന്നത് സ്റ്റേറ്റിന്റെ ഇതിൽ വരുന്നതാണെന്ന് ഈ ഒരു ഇത് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞു. ദെൻ ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം DMHP നമ്മൾ കൊണ്ടുവന്നു. ഓൾമോസ്റ്റ് 767 ഡിസ്ട്രിക്ട്സിലാണ് ഇത് ഉള്ളത്. എന്തിനാണ്? ഫോർ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസ്, സൂയിസൈഡ് പ്രിവെൻഷൻ, അതുപോലെ തന്നെ സിഗ്നലിംഗ് സഫിഷ്യന്റ് അറ്റംപ്റ്റ് ടു ഡീസെൻട്രലൈസ് മെന്റൽ ഹെൽത്ത് സർവീസസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം DMHP കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെലിമാനസ് എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊണ്ടുവന്നു. 24/7 മെന്റൽ ഹെൽത്ത് നമ്പർ എന്ന് പറയുന്നത് ഓവർ 20 lakhs ടെലി കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവും. ഇംപ്രൂവിങ് റീച്ച് ഇൻ അൺറിസർവ്ഡ് ഏരിയാസിലൊക്കെ കൊണ്ടുവരാ എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോവിഡ് ടൈമിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടെലിമാനസ് എന്ന് പറയുന്നത്. കാരണം ആളുകൾ അത്രയും സ്ട്രെസ് ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ദെൻ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളുടെ ഇടയിലുള്ള മെന്റൽ പ്രോബ്ലംസ് മാറ്റാനായിട്ട് അവരോട് സംസാരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് പ്രോഗ്രാമാണ് മനോദർപ്പൺ എന്ന് പറയുന്നത്.
അത് ഹാവ് റീച്ച്ഡ് 11 crore സ്റ്റുഡൻസ് നേഷ്യൻ വൈഡ് ആണ്. അപ്പോൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താണ് ഈ ഒരു സൂയിസൈഡ് റേറ്റുകൾ കൂടുന്നത്? അതിന് ഇത് സൂയിസൈഡ് കൂടാനായിട്ടുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേ റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് 70 to 90% ഗ്യാപ്പ് ഉണ്ട്. അത് എന്ത് ഗ്യാപ്പാണ്? അതായത് ട്രീറ്റ്മെന്റ് ഗ്യാപ്പ്. നമ്മൾ പറഞ്ഞു അർബൻ ഏരിയാസിലാണ് കൂടുതൽ ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. റൂറൽ ഏരിയയിലേക്ക് അത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ പൈസ ഉള്ള ആളുകൾക്ക് കിട്ടും, പൈസ ഇല്ലാത്ത ആളുകൾക്ക് കിട്ടുന്നില്ല. മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിന്റെ അളവ് കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് നമുക്കൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇന്ത്യസ് മെന്റൽ ഹെൽത്ത് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്കെയർ ആണ്. നമ്മുടെ ഒരു 1 lakh പോപ്പുലേഷന് ആകെ ഉള്ളത് 0.75 സൈക്യാട്രിസ്റ്റും 0.12 സൈക്കോളജിസ്റ്റും ആണ്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നത് 1 lakh പീപ്പിളിന് അറ്റ്ലീസ്റ്റ് 3 സൈക്യാട്രിസ്റ്റ് എങ്കിലും വേണം. ബട്ട് നമുക്കായിട്ട് ഉള്ളത് എന്താണ്? 0.75ഉം 0.12 മാത്രമാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ DMHP എന്ന് പറയുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതെന്താണ്? വേരിയസ് സ്റ്റേറ്റിൽ അതിന്റെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് അത് എത്തിയിട്ടില്ല. അതും വളരെ പുവർ ആയിട്ടാണ് പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ. ദെൻ നമ്മുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള സൈക്കാട്രിക് ഡ്രഗ്സുകൾ, മെഡിസിൻസിന്റെ ഒക്കെ അവൈലബിലിറ്റി, അത് സ്കേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ടുകൾ ആവാറുണ്ട്, ആ സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട് സൈക്കാട്രിക് ഡ്രഗ്സിന്റെ. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസസ്, റിക്കവറി, സോഷ്യൽ ഇന്റഗ്രേഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ നമ്മുടെ 50% ഇന്ത്യൻസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു മെന്റൽ ഇൽനെസ്സിന് അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലത്തിന് കാണുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതൊരു പേഴ്സണൽ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഒരു ഷെയിം ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി ഇപ്പോഴും ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് പീപ്പിൾ എന്താണ്, ഡോക്ടറിനെ കാണാതിരിക്കുന്നു, ഡ്രോപ്പ് ഔട്ട് വരുന്നു. അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ബിഗിൻ പോലും ഇല്ലാതെ ആവുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മെന്റൽ ഹെൽത്ത് കെയറിൽ വരുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതുവരെ കെയർ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ദെൻ അർബൻ സ്പെഷ്യലിസ്റ്റ് ഏരിയാസ് ഒക്കെ നമ്മുടെ റൂറൽ ഏരിയാസിലേക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ടെലിമാനസ് എന്ന് പറയുന്നത് 53 ടെലിമാനസ് ആണ് നമ്മുടെ കൺട്രിയിലുള്ളത്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഫുള്ളി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം മനോദർപ്പൺ എന്ന് പറയുന്നത് എല്ലായിടത്തും ആക്റ്റീവ് അല്ല, അത് ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ്. അവിടെ മെയിൻലി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരാളോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ആളൊക്കെയാണ് നിയമിക്കുന്നത്. അപ്പൊ അതൊന്നും അത്ര ആക്റ്റീവായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് നോക്കുകയാണ്, ഡീപ്പായിട്ടുള്ള അതിന്റെ റൂട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഹെൽത്ത് കെയറിന് കൊടുക്കുന്ന റിസർച്ച് ഫണ്ടിങ്ങിന്റെ പകുതി പോലും നമ്മുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഫണ്ടിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻക്രീസിങ് ബഡ്ജറ്റ് അലോക്കേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് 1.05% ഷെയർ ഓഫ് ടോട്ടൽ ഹെൽത്ത് സ്പെൻഡിങ് ആണ്. അതുപോലെ തന്നെ WHO ഇതിന് പറയുന്നത് മിനിമം ഒരു 5% വർക്ക് ഫോഴ്സ് വേണം, റിസർച്ച് ഫണ്ടിങ് വേണം. അതൊന്നുമില്ല. ദെൻ നമ്മുടെ റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 70% ആണ്. അവർക്കും ഈ പറയുന്ന സിവിയർ ആയിട്ടുള്ള സ്കേഴ്സിറ്റി ഓഫ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചലഞ്ചസും കാര്യങ്ങളും. പിന്നെ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കാം ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ പോളിസി റീഫോംസുകൾ കൊണ്ടുവരാം, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പോളിസി റീഫോമുകൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ കൂട്ടുക, 50% ആക്കി മാറ്റുക റിസർച്ച് ഫണ്ട് അലോക്കേഷൻ. അതുപോലെ തന്നെ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ മാറ്റുക, ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ കൊണ്ടുവരിക, നല്ല വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുക, മെഡിസിൻ സപ്ലൈ നടത്തുക, അതുപോലെ തന്നെ മിഡ് ലൈറ്റ് ട്രെയിനിങ് ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുക.
അർബൻ ഏരിയാസും റൂറൽ ഏരിയാസിലെ ആ ഒരു ഡിസ്പാരിറ്റി മാറ്റുക, മിനിമം വർക്ക് ഫോഴ്സ് ഡെൻസിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇൻ ടു പ്രൈമറി ഹെൽത്ത് കെയർ ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും കവറേജ് കിട്ടും. ആ ഒരു ഇൻഷുറൻസ് കവറേജ് സ്കീം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തിനും കൂടി പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ മോണിറ്ററിങ് ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവരാം. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലിൽ ഇതൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക, ട്രാക്കിംഗ് ഉണ്ടാവുക, എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ആൻറ്റി സ്റ്റിഗ്മ ക്യാമ്പയിൻസ് ഒക്കെ കൊണ്ടുവരാം. കോളേജസിൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമുക്ക് ഇതായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള വേരിയസ് ഇലക്ട്രൽ ഫോംസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നതാണ് നമ്മുടെ ബീഹാറിലെ SIRനെ കുറിച്ച്, ഇലക്ട്രൽ റോൾസിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, നമ്മുടെ ആളുകളുടെ പേര് ഉൾപ്പെടുത്തണോ, എന്തൊക്കെ കാര്യങ്ങൾ, അതുപോലെ എങ്ങനെ വോട്ട് ചെയ്യണം, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1915 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് പ്രകാരമാണ്. അതിൻ്റെ സെക്ഷൻ 21 പ്രകാരം നമ്മുടെ ഇലക്ട്രൽ റോളുകൾ, ആരൊക്കെയാണ് വോട്ട് ചെയ്യാനായിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 21 പ്രകാരമാണ്. അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ SIR ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആളുകളുടെ പേര് റിമൂവ് ചെയ്തു, ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വേരിയസ് ഫോംസ് ഉണ്ട്. ഇലക്ട്രൽ കോളേജിൽ ഫോംസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസുകളുണ്ട്. അപ്പൊ ആ ഫോംസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു ഫോംസിൽ ഇപ്പം നമ്മൾ ഫോം 6 ഉണ്ട്, ഫോം 7 ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്ത് പോയി താമസിച്ചു, ഒരു NRI ആണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പേര് എങ്ങനെ എനിക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസിലാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഫോം 6 എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഒരാളുടെ പേര് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ പേര് ആ ഒരു ഇലക്ട്രൽ റോളിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഫില്ല് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം 6ലാണ്. അതുപോലെ തന്നെ ഫോം 6A എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഓവർസീസ് ഇന്ത്യൻ NRI ആയിട്ടുള്ള ഒരാൾ പുറത്ത് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ജോലിപരമായിട്ട് പോയിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ ഫോം Aയിലാണ്. അതുപോലെ തന്നെ ഫോം 7 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ പേര് ലെറ്റർ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു സംഭവങ്ങളൊക്കെ, അതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഫോം 7 എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇലക്ടർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫോം 8 എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ റെസിഡൻസ് ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ആണ് ജനിച്ചു വളർന്നതെന്ന് വെച്ചോ, ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ പോയിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് എൻ്റെ വോട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് തൃശ്ശൂരേക്ക് മാറ്റണം. അപ്പം അങ്ങനെ മാറ്റാനായിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഫോമാണ് ഫോം 8 എന്ന് പറയുന്നത്. ഫോം ഫോർ ഷിഫ്റ്റിംഗ് റെസിഡൻസ്, കറക്ഷൻ ഓഫ് എൻറ്റിറ്റീസ്, ഇതൊക്കെയാണ് ഫോം 8ൽ വന്നത്. അത് ഈ പറയുന്ന റെസിഡൻസിനോ അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ള ഇലക്ടറിലുള്ള ആൾക്കോ എനിക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നോട്ടീസ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോൾ പറയുന്നത് ഫോം 5 ആണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഇൻക്ലൂഷൻ ഓഫ് നെയിം റിസീവ്ഡ് ഇൻ ഫോം 6 ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് ഫില്ല് ചെയ്യുന്നത് ഫോംസ് 9ലാണ്. അതുപോലെ തന്നെ ഫോം 10 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഒബ്ജെക്ഷൻ ടു ഇൻക്ലൂഷൻ ഓഫ് നെയിം റിസീവ്ഡ് ഇൻ ഫോം 7. ഫോം 7ൽ വന്നിട്ടുള്ള ഒബ്ജെക്ഷൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നത് ഫോം 10ലാണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഒബ്ലിക്കേഷൻ ഇൻ ഫോം 8ലെ ആ ഒരു ലിസ്റ്റ് വരുന്നത് ഫോം 11ലാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് അഡ്രസ് റിലേറ്റഡ് ഫ്രം ആയിട്ടുള്ള ഫോം 8ന്റെ ലിസ്റ്റ് ഒക്കെ വരുന്നത് ഫോം 11Aയിലും. അതുപോലെ തന്നെ ഫോം 8ന്റെ ആപ്ലിക്കേഷൻ ഷിഫ്റ്റിംഗ് ഔട്ട്സൈഡ് കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പം ഞാൻ പുറത്തൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോകുമ്പോൾ അത് വരുന്നത് ഫോം 11Bയിലേക്കുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ടറൽ റോൾസിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നോക്കി വെക്കാനായിട്ട് ഉള്ളത്. അപ്പം നമുക്കിനി ബാക്കി നമ്മുടെ ന്യൂസസിലേക്ക് നോക്കാം.
അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ UK ഇന്ത്യ തമ്മിലുള്ള ടൈസിനെ കുറിച്ചും എന്തൊക്കെ മേഖലയിലാണ് കൊണ്ടുവരുന്നത്, FT എന്താ, CET എന്താന്നൊക്കെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ സ്ട്രാമർ UK PM സ്ട്രാമറും ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയും തമ്മിൽ ഇന്നലെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഡീൽസ് ഇന്ത്യയും UK തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു 350 മില്യൺ UK പൗണ്ട് ഡീല് ബ്രിട്ടനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തു. UK ടു ബൈ മിസൈൽസ് ഫോർ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്ക് മിസൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു 350 മില്യൺ പൗണ്ട് ഒരു ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ എൻജിൻ ഫോർ നേവൽ ഷിപ്പിന് വേണ്ടിയിട്ട് കൊളാബറേഷന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ 250 മില്യൺ പൗണ്ട് ഡോളറും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും UKയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. ഇന്ത്യയും UKയിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ഓപ്പൺ സ്കൂളുകൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ലാൻകാസ്റ്റർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സറേ എന്ന് പറയുന്നത് ഓപ്പൺ ക്യാമ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഓപ്പൺ ക്യാമ്പസ് തുടങ്ങാനായിട്ടുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് UK യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ടുള്ള താല്പര്യം കൂടുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് 2 ഓപ്പൺ സ്കൂളുകൾ, ഓപ്പൺ ക്യാമ്പസുകൾ ഇന്ത്യയിലേക്ക് തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. പ്രീവിയസ് ക്ലാസ്സിൽ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞത്, അതായത് ഗുരുഗ്രാമിൽ ഓപ്പൺ ചെയ്തു, യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തു, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഓപ്പൺ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുന്നത് ഡെലിവർ UK മാനുഫാക്ചർഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽ LMM മിസൈൽ ബിൽറ്റ് ഇൻ ബെൽഫാസ്റ്റ് ടു ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്ക് LMM ആയിട്ടുള്ള മിസൈൽ കൊടുക്കാനായിട്ടുള്ളതും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ഇസ്രായേൽ പലസ്തീൻ റിലേറ്റഡ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഗ്ലോബൽ ഫിൻടെക് എന്ന് പറയുന്ന. ആ ഒരു ഗ്ലോബൽ ഫിൻടെക്കില് നമ്മുടെ ഇന്ത്യൻ പേയ്മെന്റ്സ്, ഇതിനകത്ത് നമ്മുടെ സ്റ്റാർമറും മോദിജിയും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യൻ പേയ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസർ പേ ഇതെന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റിന്റെ ഓപ്പൺ AI അതുപോലെ തന്നെ AI ഡ്രിവൺ പേയ്മെന്റ് ChatGPT ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ ഇവരിവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ഏജന്റിക് AI എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഏജന്റിക് പേയ്മെന്റ് AI പേയ്മെന്റ് എന്ന് പറയുന്നത് യൂസേഴ്സ് ടു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ലീവിങ് ദ AI പ്ലാറ്റ്ഫോംസ്. AI പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടു പോകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഫുള്ളി തീർക്കാനായിട്ട് പറ്റും. ഏജന്റിക് AI എന്ന് പറയുന്നത് AI മോഡൽ ദാറ്റ് റിക്വയർ മിനിമൽ ഇന്റൻഷൻ ടു കംപ്ലീറ്റ് ടാസ്ക്. നമുക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന UPIയിൽ സ്കാൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചത് ചെയ്യുന്നതിനേക്കാളൊക്കെ സ്പീഡിൽ എല്ലാം AI ചെയ്തോളും. ആ ഒരു സിസ്റ്റത്തിനാണ് ഇവര് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആരവല്ലീസിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള മൗണ്ടെയിൻ അതാണ് നമ്മുടെ വിന്ധ്യാസ് ഇതൊക്കെ പോലെ തന്നെയുള്ള ഒരു റേഞ്ചാണ് ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആരവല്ലി റേഞ്ചിൽ ഹരിയാന ഗവൺമെന്റ് ഒരു സഫാരി കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ്. ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ്. സഫാരി പാർക്ക്, എക്കോളജിക്കൽ പാർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനെ സുപ്രീം കോടതി പോസ് ചെയ്തേക്കാണ്. അതിന്റെ കൺസ്ട്രക്ഷനെ പോസ് ചെയ്തിട്ടുള്ളൊരു ഓർഡർ വന്നു ഫോർ കുറച്ച് ദിവസത്തേക്ക്, October 15 വരെ അത് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കേസ് കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്, TN ഗോദവർമ്മൻ തിരുമൽപ്പാടാണ്. ബിസിനസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഹരിയാന ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പറയുന്നത് ഒരു ജംഗിൾ സഫാരി പാർക്ക് ഡെവലപ്പ് ചെയ്യാം. എബൌട്ട് ഒരു 10,000 acres ഓഫ് ലാൻഡ് ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആരവല്ലി ഹിൽസ് ഏരിയാസിലാണ് ഇവരിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് 2022 ഇതിന്റെ എയിം എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള സഫാരി പാർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം വരുന്നത്. അപ്പൊ ഇത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഷാർജയുടെ സഫാരി പാർക്ക് ഉണ്ട് UAE. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഏരിയ നിയർ സഖത്പൂർ വില്ലേജ് ഇൻ സദേൺ ഗുരുഗ്രാം, എൻട്രി പോയിന്റ്സ് എന്ന് പറയുന്നത് പ്ലാനറ്റ് സഖത്പൂർ നിയർ ഷൊഹന, അതുപോലെ തന്നെ തൗദു സഹ റോഡ്, നൗരംഗ്പൂർ ഒക്കെയാണ്. അപ്പൊ phase 1 ഭാഗമായിട്ട് പ്രിലിമിനറി ആയിട്ടുള്ള ഡിസൈൻ
ഫൈനലൈസ് ചെയ്തു. അതുപോലെ തന്നെ അത് കവർ ചെയ്യുന്നത് ഒരു 2500 acres ആണ്. ഇന്റർനാഷണൽ ലെവൽ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിഗ് കാറ്റ്സുകൾ, 5 ബിഗ് കാറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ 5 ബിഗ് കാറ്റ്സുകൾ, അതുപോലെ തന്നെ എവിഡറി, ഹിപ്പറ്റേറിയം, ഹെർബറ്റേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, നാച്ചുറൽ ട്രെയിൽസ്, അതുപോലെ തന്നെ അണ്ടർ വാട്ടർ വേൾഡ് എക്സിബിറ്റ് ഒക്കെയാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടൊരു മാതൃവൻ ഇനിഷ്യേറ്റീവ്, അതായത് ഫോർ ലോക്കൽ സ്പീഷീസിന്, ലോക്കൽ പ്ലാന്റ്സ് ഒക്കെ വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഫോർ അർബൻ ഫോറസ്റ്റ് ഓൺ 750 acres അലോങ് ഗുരുഗ്രാം ഫരിസാബാദ് റോഡ് അണ്ടർ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട്. ഇതൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് 500 crore to 1000 crore ഒക്കെയാണ് വരുന്നത്. പക്ഷെ പെറ്റീഷൻ ഇതിനെതിരെ ആർഗ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആരവല്ലി എന്ന് പറയുന്നത് വളരെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഡെത്ത് നെൽ ഫോർ ആരവല്ലി എക്കോസിസ്റ്റം ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെന്റിനേക്കാൾ ഉപരി അത് നമ്മുടെ ഇതിന് നല്ല രീതിയിൽ ഇഫക്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം തന്നെ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ ആണ്. ഈ പ്രൊജക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, വുഡ് ഹിറ്റ് ലാസ്റ്റ് ഫങ്ഷണൽ ആരവല്ലി കോറിഡോർ ഇൻ ഹരിയാന ദാറ്റ് കണക്ട് മൻഗാർ ബാനി ഗ്രൂസ് ഇൻ ഫരീദാബാദ്, അതുപോലെ തന്നെ അസോല വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ഡൽഹി. ആ ഒരു വൈൽഡ് ലൈഫ് കോറിഡോറിനെ ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ സഫാരി പാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല അത് ബിൽഡ് ചെയ്തുന്നത്. അത് ശരിക്കും ഒരു സൂ പോലെ തന്നെ ആവാനാണ് വരുന്നത്. കാരണം മൃഗങ്ങൾ ഉണ്ടാവും, മൃഗങ്ങളുടെ ഇടയിൽ കൂടെ ആളുകൾ വണ്ടിയിലൊക്കെ പോയി ഇത് കാണുകയാണല്ലോ. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് അവരുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ഫ്രീഡം അവിടെ നഷ്ടപ്പെടുവാണ്. അപ്പൊ അങ്ങനെ ഫ്രീഡം നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഒരു ശരിക്കും ആ ഒരു ജീവികളെ അല്ലെങ്കിൽ ആ മൃഗങ്ങളെ, ഫോനാസിനെ ഒരു കൂട്ടിലിട്ട അവസ്ഥയാണ്. അപ്പൊ അതൊരു സൂ പോലെ തന്നെയാണ് ഉണ്ടാവാനാണ്. Safari based park are no different from zoos in which animals are kept in enclosure and denied freedom to exhibit natural behaviors which can cause zoom-sort. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നാച്ചുറൽ ഫോറസ്റ്റിനെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നതൊക്കെയാണ് ആർഗ്യൂസ് പറയുന്നത്. ഗവൺമെന്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ എക്കോളജിക്കൽ ടൂറിസം അതുപോലെ തന്നെ എക്കോളജിക്കൽ റീസ്റ്റോറേഷനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനാണ് എന്നാണ് ഹരിയാന ഗവൺമെന്റ് പറയുന്നത്. ഇത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല, നാച്ചുറൽ ബ്യൂട്ടീനെ പ്രിസർവ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ഓഫ് ആരവല്ലിനെ കൺസർവ് ചെയ്യുമെന്നാണ് ഗവൺമെന്റിന്റെ ആർഗ്യൂസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് വരുന്നത് ഒരു റെഡ് ലിസ്റ്റ്. നമ്മൾ IUCN റെഡ് ലിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആകുന്ന സ്പീഷീസിന് വേണ്ടിയിട്ട് IUCN എന്ന് പറയുന്ന സംഘടന ഡെവലപ്പ് ചെയ്യുന്ന യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് റെഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ റെഡ് ബുക്കിൽ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അതുപോലത്തെ റെഡ് ബുക്ക് സിസ്റ്റം, റെഡ് ബുക്ക് ലിസ്റ്റിംഗ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ഫോർ ഇന്ത്യൻ സ്പീഷീസിനെ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇന്ത്യയുടെ റെഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമിൽ 11,000 സ്പീഷീസിന് വേണ്ടിയിട്ടാണ്, 11,000 ഓഫ് സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ഷൻ റിസ്ക് ഇൻ ഇന്ത്യ. അതിൽ 7,000 ഫ്ലോറ, 4,000 ഫോനാസ് ആണ് വരുന്നത്. നാഷണൽ റെഡ് ലിസ്റ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അബുദാബിയിൽ വെച്ചിട്ടുള്ള സെഷനാണ് നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഇതിന്റെ എയിം എന്തിനാണ്? ടു എസ്റ്റാബ്ലിഷ് എ നാഷണലി കോർഡിനേറ്റഡ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് അപ്ഗ്രേഡിംഗ് റെഡ് ലിസ്റ്റിംഗ് സിസ്റ്റം ദാറ്റ് അക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ കൺസർവേഷൻ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺവെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് CBD എന്ന് പറയുന്നത്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ CBDയുടെ COP 15 2022 മീറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിരുന്നു. അതാണ് കൺമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഇന്ത്യ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രോമിസസുകളുണ്ട്. അപ്പൊ ഇതൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റ് തയ്യാറാക്കണം, ഈ പറയുന്ന സ്പീഷീസിന്റെ എക്സ്റ്റൻഷൻ തടയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെഡ് ലിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. IOC എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ 160ഓളം മെമ്പേഴ്സ് ഉണ്ട്. എൻവയോൺമെന്റ് ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ,
വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് കൺവേഴ്സ് എന്ന് പറയുന്നത് എവറി 4 ഇയറിലാണ്, വൺസ് ഇൻ 4 ഇയറിലാണ് മീറ്റ് ചെയ്യുന്നത്. IUCN എല്ലാ വർഷവും പീരിയോഡിക്കലി ആയിട്ട് ഈ ഒരു സ്പീഷീസിനെ എക്സാമിൻ ചെയ്യും. അതിൻ്റെ എക്സ്റ്റിങ്ഷൻ റിസ്ക് നോക്കും. അതുപോലെ തന്നെ അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കാറ്റഗറി എക്സ്റ്റിങ്ക്റ്റ് ആയോ, എൻഡേഞ്ചേർഡ് ആയോ, അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡിലേക്ക് മാറ്റിയിട്ടുണ്ടോ, ഇങ്ങോട്ട് മാറുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അപ്പം അതിൻ്റെ കാറ്റഗറീസ് വരുന്നത്, IUCN റെഡ് ലിസ്റ്റിലെ കാറ്റഗറീസ് വരുന്നത് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വേൾഡ്, ക്രിട്ടിക്കലി endangered, vulnerable, near threatened, least concern, data deficient, not evaluated ലിസ്റ്റ് ഒക്കെയാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്ട് ടു നാഷണൽ റെഡ് ലിസ്റ്റ് ടു എക്സാമിൻ ത്രെറ്റ് ടു കൺട്രീസ് ഫ്ലോറ ആൻഡ് ഫോണ വിൽ ബി spearheaded by Union Environment Ministry and will include Botanical Survey of India, Zoological Survey of India and Wildlife Institute of India ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സക്ഷം എന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആർമി ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തതാണ് സക്ഷം എന്ന് പറയുന്നത്. കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ഗ്രിഡ് സിസ്റ്റം ആണ് ഇത് വരുന്നത്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഘാസിദാബാദ്. സക്ഷം ഓർ സിറ്റുവേഷണൽ അവയർനെസ് ഫോർ കൈനറ്റിക് സോഫ്റ്റ് ആൻഡ് ഹാർഡ് കിൽ അസസ്മെന്റ് ആണ്. ഇത് മോഡുലർ ഹൈ എൻഡ് കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു UAV ആണ്. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടു ഡിറ്റക്ട്, ട്രാക്ക്, ഐഡന്റിഫൈ ആൻഡ് ന്യൂട്രലൈസ് ഹോസ്റ്റൈൽ ഡ്രോൺസ് ആൻഡ് അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഡ്രോൺസ് ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു കൺട്രോളിങ് ഡിറ്റക്ട് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ സക്ഷം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മുടെ റീക്യാപ്പിൽ നോക്കാം നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന് നോക്കി എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ന്യൂസ് എബൌട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പം മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ 2 ഒപ്പീനിയൻസ് ആയിരുന്നു. അതിനകത്ത് രണ്ടും കൂടി ഒരു സ്ട്രക്ചർ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇലക്ട്രൽ ഫോംസിനെ കുറിച്ചാണ്. ഇലക്ട്രൽ ഫോംസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്തത് ഇന്ത്യ UK ടൈസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, സൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് ഇൻ ആരവല്ലീസ്. നമ്മുടെ ആരവല്ലി മൗണ്ടെയ്ൻസിൽ എക്കോ ടൂറിസം പ്രൊജക്റ്റിനെ സുപ്രീം കോടതി പോസ് ചെയ്തു, അതിനെക്കുറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ റെഡ് ലിസ്റ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ നാഷണൽ റെഡ് ലിസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സക്ഷം എന്ന് പറയുന്ന UAVനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയും അടുത്ത ന്യൂ സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സസിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.